മത്തായി സുവിശേഷം 8-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ. അവൻ കഫർന്നഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നുവെന്ന് അപേക്ഷിച്ചു പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് കേട്ടിട്ട് യേശു അതിശയിച്ചു. പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. മതി 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 മതി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗം, നമുക്ക് ഒത്തിരി പരിചയമുള്ള, ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള. ഇനിയൊരു പുതിയ പ്രസംഗത്തിന് ഇതിനകത്ത് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു കൺഫ്യൂഷനുണ്ട്. എങ്കിലും ദൈവമക്കളോട് സംസാരിക്കുന്നത് ഒരു പാസ്റ്ററല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ പുതിയത് ദൈവം സംസാരിക്കുമെന്നുള്ള ചിന്തയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ശ്രദ്ധിച്ച്, ഈ ഒരു വിഷയം നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്, ഒത്തിരി പരിചയമുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിന് ഞാനൊരു തലക്കെട്ട് കൊടുക്കുകയാണെങ്കിൽ ശതാധിപനുണ്ടായ തിരിച്ചറിവുകൾ എന്ന് ഞാൻ കൊടുക്കും. എന്താണ് ശതാധിപനുണ്ടായ? പറഞ്ഞ ആ വാക്കൊന്ന് ഉറക്കെ ഒന്ന് പറഞ്ഞ്. ശതാധിപൻ്റെ തിരിച്ചറിവ് ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞ്. ശതാധിപൻ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അധിപനാ? പറഞ്ഞേ. 100 പേർക്ക് അധിപനായ മനുഷ്യൻ. അപ്പോൾ അധികാരമുള്ളൊരു മനുഷ്യനാണ് ഈ മനുഷ്യൻ. ഇദ്ദേഹത്തിന് ഒരു വലിയ തിരിച്ചറിവുണ്ടാവുകയാണ്. ഒന്നല്ല, ചില തിരിച്ചറിവുകൾ. ആ മനുഷ്യനുണ്ടായ ചില തിരിച്ചറിവുകൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിച്ചങ്ങ് പോകാം. അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിച്ചാൽ, അവൻ കഫർന്നഹൂമിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്നിട്ട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ, അതാണ് ഒന്നാമത്തെ ഒരു തിരിച്ചറിവ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ബാല്യക്കാരന് ഇതൊരു വലിയ തിരിച്ചറിവാണ് എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ തിരിച്ചറിവ് എനിക്ക് ക്യാൻസർ ആണെന്നുള്ളതാണ്. സ്വതന്ത്രം അല്ലേ? നമ്മുടെ തിരിച്ചറിവ് എന്താണ്? എൻ്റെ വീട്ടിൽ എന്തൊക്കെ കുറവുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ വേദന എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ ആവശ്യം എന്താണെന്ന്, എൻ്റെ പ്രാർത്ഥന എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഈ ശതാധിപനെ കണ്ടിട്ട് നാം പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം, ഈ മനുഷ്യൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് യേശുവിനെ കാണാൻ വന്നതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയല്ല. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ദൂതന് നിങ്ങൾ സന്തോഷിക്കുന്നില്ലെങ്കിൽ വേറൊരു ദൂതൻ നിങ്ങളെ സന്തോഷിപ്പിക്കുകയില്ല. ശ്രദ്ധിച്ചു, ഈ മനുഷ്യൻ ഇത്രയും ഓടി അലഞ്ഞ് യേശുവിനെ കാണാനായി വലിയ തിരക്കുണ്ട്. ആ സമയത്ത് അന്നത്തെ ഏറ്റവും ഫേമസ് പ്രാസംഗികൻ യേശുവാണ്. അന്നത്തെ എല്ലാ ഫ്ലെക്സിനകത്തും ഫോട്ടോ യേശുവിൻ്റെയാണ്. എന്നോട് ചോദിക്കരുത് ഫ്ലെക്സ് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്നും. എന്നാൽ യേശുവാണ് ആ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഫേമസ് ആയി നിൽക്കുന്ന സമയത്ത്. ജനത്തിൻ്റെ തിരക്കുകൾ ഒത്തിരി ഉള്ള സമയത്ത് ഒരുപക്ഷെ ഈ മനുഷ്യന് ചിന്തിക്കാൻ, ഞാൻ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് യേശുവിനെ കാണാനൊന്നും പറ്റിയെന്ന് വരത്തില്ല, ഒത്തിരി തിരക്കുള്ളയാളല്ലേ. ഇന്നത്തെ കാലമൊക്കെ ആണെങ്കിൽ ഡേറ്റ് എടുത്തിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ഡേറ്റും സമയവും എല്ലാം അറിഞ്ഞിട്ടേ നമുക്ക് ഒരു മനുഷ്യനെ കാണാനൊക്കെ. പക്ഷേ യേശുവിനെ കാണാൻ വളരെ തിക്കും തിരക്കുമുള്ളൊരു കാലഘട്ടത്തിൽ ഈ മനുഷ്യൻ ഓടി വന്ന് പറയുക, കർത്താവേ, എന്നെ വിടുവിക്കണമേ എന്നല്ല, മറിച്ച് എനിക്കൊരു ഒരു ബാല്യക്കാരനുണ്ട്. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്വന്തം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും പറ്റും. സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും പറ്റും. സ്വന്തം പണത്തിൻ്റെ ആവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഏതുവനും പറ്റും, ഏത് മനുഷ്യനും പറ്റും. പക്ഷേ എൻ്റെ ബാല്യക്കാരന് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വരണമെങ്കിൽ ഈ മനുഷ്യൻ്റെ മനസ്ഥിതി നമ്മളൊന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.
ഈ മനുഷ്യൻ ആരാ? ശതാധിപനല്ലേ? അല്ലേ? ഒരു സാധാരണ വ്യക്തിത്വം അല്ലല്ലോ, ഒരു സാധാരണ പേഴ്സണാലിറ്റി അല്ലല്ലോ. ഈ മനുഷ്യൻ അറിയപ്പെടുന്ന മനുഷ്യനാ. ഈ മനുഷ്യനും ആ നാട്ടിൽ അധികാരമുള്ളൊരു മനുഷ്യനാ. ഈ മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും എഴുന്നേൽക്കും. ഈ മനുഷ്യൻ ഒരു നാട്ടിൽ വരുന്നെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാട്ടിൽ ആ മനുഷ്യന് താമസിക്കാൻ വീടൊരുക്കുന്നുണ്ട്, ഭക്ഷണം ഒരുക്കുന്നുണ്ട്. അങ്ങനെ ആ നാടറിയപ്പെടുന്ന ഒരു മനുഷ്യൻ ആ നാട്ടിൽ വന്നിട്ട് യേശുവിൻ്റെ കാലിലങ്ങ് വീഴുകയാണ്. സ്തോത്രം. ആ മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടോ, കർത്താവേ ഞാൻ ആരാ എന്ന് പറഞ്ഞ് ഞാനൊരു വലിയ ആളാണ് എന്നുള്ള തിരിച്ചറിവ് സ്വന്തമായിട്ടുണ്ട് എങ്കിൽ പോലും യേശുവിൻ്റെ മുൻപിൽ താഴാനുള്ള മനസ്സ് ശ്രദ്ധിച്ചോണേ. യേശുവിൻ്റെ മുൻപിൽ താഴുക മാത്രമല്ല, വിനയപ്പെടുക മാത്രമല്ല, യേശുവിനോട് പറയുക എൻ്റെ വിഷയത്തിന് വേണ്ടി അല്ല ഞാൻ വന്നേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, പലപ്പോഴും വിടുതൽ സംഭവിക്കാത്തതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്നറിയാമോ? പലപ്പോഴും എനിക്ക് വേണ്ടി കർത്താവേ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന കേട്ട് സ്വർഗം മടുത്തിരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നോട് പിണങ്ങരുത്. എൻ്റെ ആവശ്യങ്ങൾ മാത്രം അറിയിക്കുന്നതാണോ പ്രാർത്ഥന? എൻ്റെ ഭാരങ്ങൾ മാത്രം അറിയിക്കുന്നതാണോ പ്രാർത്ഥന? ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയെ ഏൽപ്പിക്കുന്ന ആലോചന ശ്രദ്ധിച്ച്, പ്രാർത്ഥനയെ തിരുത്താൻ തയ്യാറാണ് എങ്കിൽ ഇന്നു പകലിൽ അസാധാരണമായ വിടുതലുകൾ നിന്റെ ഭവനത്തിന്റെ അകത്ത് ദൈവം ചെയ്യുമെന്ന് ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആലോചന അറിയിക്കുമ്പോൾ അതെന്നോടാണ് എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? പ്രാർത്ഥനയെ തിരുത്ത്. ഇന്ന് വരെ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളല്ല, ഈ സെക്കൻഡ് മുതൽ ദൈവമേ അന്യനു വേണ്ടി അപരനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ഒരുക്കമാ. സ്തോത്രം. നാം നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ എന്താ കാര്യമുള്ളത്? സ്തോത്രം. ദേശത്തിനു വേണ്ടി കരയാൻ, തകർന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, തകർന്നു പോകുന്നവർക്ക് വേണ്ടി കരയാൻ. ഈ ക്യാൻസർ വന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു ടീം ഉണ്ടാക്കി. സ്തോത്രം. എൻ്റെ 17 വയസ്സിൽ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി. ഈ നല്ലൊരു പ്രായത്തിനിടയ്ക്ക് നല്ലൊരു ടീമും ഉണ്ടാക്കി. ടീമെന്ന് പറയുമ്പോൾ ചാരിറ്റി ചെയ്യാനും ക്യാൻസർ രോഗികളുടെ ഇടയിൽ പ്രവർത്തിക്കാനും അങ്ങനെയെല്ലാം വലിയ ദർശനം. ഇതാ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ശുശ്രൂഷകൾ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ അല്ലേ? പക്ഷേ ഒന്ന് മറ്റുള്ളവൻ്റെ വേദന. സ്തോത്രം. RCCയിലേക്ക് ചെല്ലാനൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ RCCയിൽ കിടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് പറയാം. ഒത്തിരി തകർന്നവർ, ഒത്തിരി ഭാരം അനുഭവിക്കുന്നവർ, ഒത്തിരി വേദന അനുഭവിക്കുന്നവർ, നാളെയെക്കുറിച്ച് പ്രതീക്ഷയില്ലാത്തവർ, ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നവർ നാളെ എഴുന്നേൽക്കുമെന്നൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവിടെ കിടക്കുന്നത്. സ്തോത്രം. എന്നും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊന്ന് തിരുത്തി കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ ക്യാൻസർ രോഗികളെ കർത്താവ് സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ നാട്ടിൽ ഇനി ക്യാൻസർ രോഗികൾ വേണ്ട. എത്ര പേർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഭാരം അനുഭവിക്കുന്നവർ വേണ്ട. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, ഭാരങ്ങളെ മാറ്റുന്ന പ്രാർത്ഥന, വേദനകളെ നീക്കുന്ന പ്രാർത്ഥന. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന കുറച്ചുകൂടെ ശക്തിയുള്ളതായി മാറട്ടെ എന്ന് പറഞ്ഞാൽ അന്യൻ്റെ വേദനകളെ മാറ്റിമറിക്കുന്ന പ്രാർത്ഥന. ശ്രദ്ധിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഒന്നാമത്തെ തിരിച്ചറിവ് എനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചാൽ പോരാ എന്നുള്ളതാണ് ഏറ്റവും നല്ല തിരിച്ചറിവ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചു. താഴോട്ട് വായിച്ചു പോകുമ്പോൾ താൻ തന്നെ പറയുകയാണ്, വായിച്ചേ. കർത്താവേ എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. അവൻ അവനോട് ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് യേശു പറയുക. അടുത്തത് അതിന് ശതാധിപൻ കർത്താവേ നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ. ഇനിയുള്ള തിരിച്ചറിവ് ശ്രദ്ധിച്ചോണേ. നീ എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ്. സ്തോത്രം. ഒന്ന്, അന്യന്റെ വേദനയെക്കുറിച്ചുള്ള തിരിച്ചറിവ്. രണ്ട്, സ്വയം താൻ ആരാണെന്നുള്ള ബോധ്യം, താൻ ആരാണെന്നുള്ള തിരിച്ചറിവ്. ഈ മനുഷ്യൻ പറയുക, കർത്താവേ നീ എൻ്റെ പുരയ്ക്ക് അകത്ത് വരാനുള്ള യോഗ്യതയൊന്നും. അപ്പൊ ഈ മനുഷ്യൻ ആ മനുഷ്യനെ പറ്റി തന്നെ എന്തറിയാം? ഞാൻ വലിയ യോഗ്യനൊന്നും. സ്തോത്രം. എന്നാൽ നമ്മുടെയൊക്കെ ഇരിപ്പ് കണ്ടാലോ? സ്തോത്രം. ഇണങ്ങല്ലേ? ഞാൻ ആദ്യമേ ജാമ്യം എടുത്തായിരുന്നു. സ്തോത്രം. ഇനി നമ്മൾ എല്ലാവരെയും പറഞ്ഞില്ലേ, എന്നെ നോക്കിക്ക് എന്തൊരു ജാടയാ വന്നപ്പോഴല്ലേ. ആ ഇരിപ്പൊക്കെ കണ്ടില്ലേ? പുള്ളിയുടെ പാട്ടും പുള്ളിയുടെ ആ നിപ്പും പുള്ളിയുടെ ആ പ്രസംഗവും ആ പുള്ളിയുടെ ഒരു ജാട കണ്ടില്ലേ? സ്തോത്രം. എന്നെ പറ്റിയാ കേട്ടോ. സ്തോത്രം. ഈ മനുഷ്യൻ വന്നിട്ട് യേശുവിനോട് പറയുക, ഞാൻ വലിയ പുള്ളിയാണെന്നൊന്നുമല്ല. സ്തോത്രം. എനിക്കത് പറയാൻ ഇഷ്ടം, ഞാൻ വലിയ ആളാണെന്ന് പറയാൻ ഇഷ്ടം. അല്ലേ? വലിയ ആളല്ലേ? സ്തോത്രം. പക്ഷെ ഈ മനുഷ്യൻ വന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചു, കർത്താവേ ഞാൻ ആരുമല്ല, അങ്ങയുടെ മുൻപാകെ നിൽപ്പാനുള്ള യോഗ്യതയൊന്നും പറയാൻ എനിക്കില്ല, എൻ്റെ പുരയ്ക്കകത്ത് വരാൻ പോലും സ്തോത്രം ഉള്ള യോഗ്യത എനിക്കില്ല.
സ്തോത്രം. അപ്പോൾ രണ്ടാമത്തെ തിരിച്ചറിവ് നോക്കിക്കേ, അതെന്നാ തിരിച്ചറിവാ? കർത്താവേ, ഞാൻ ആരുമല്ല. അപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട തിരിച്ചറിവ് എന്നാണെന്നറിയാമോ? ദൈവമേ, ഞാൻ ആരുമല്ല. ഈ ദിവസങ്ങളിൽ അങ്ങനെ ദൈവത്തോടൊന്ന് പറയാൻ എത്ര പേർക്ക് പറ്റും? ദൈവമേ, ഞാൻ ഇത് ചെയ്തു, ഞാൻ അത് ചെയ്തു, ഞാൻ കാരണമാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത് എന്നുള്ള ഭാവങ്ങളെല്ലാം ഒന്ന് മാറ്റിമറിച്ചിട്ട് ഈ ദിവസങ്ങളിൽ ഒന്ന് വിനയപ്പെടാൻ, ദൈവ മുൻപാകെ ഒന്ന് സബ്മിറ്റ് ചെയ്യാൻ, ദൈവത്തോട് പറഞ്ഞ് കർത്താവേ, ഞാൻ കുറവുള്ളവനാണ്, ഞാൻ ബലഹീനനും അശക്തനുമാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പാപം വന്നു പോയിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ കുറവുകൾ വന്നു പോയിട്ടുണ്ട്. എന്നാൽ ഞാൻ കുറവുള്ളവനാകയാൽ അങ്ങന്റെ വീട്ടിൽ വരാൻ പോലുമുള്ള യോഗ്യത എനിക്കില്ലായിരുന്നു. പക്ഷേ അങ്ങനെ സ്നേഹിച്ച സ്നേഹം നിമിത്തമാണ്, അങ്ങന്റെ ഭവനത്തിൽ വന്നത് നിമിത്തമാണ് ഞാൻ ഇത്രയും അനുഗ്രഹിക്കപ്പെടാൻ കാരണം. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും സ്വന്തമായി കൊണ്ടുവന്ന എന്തെങ്കിലും ഇവിടെ ഉണ്ട്? ഒന്നുമില്ല. ഈ ലോകത്തിൽ നമ്മൾ വന്നപ്പോൾ എങ്ങനെ വന്നു? നഗ്നനായി. ഈ ലോകത്തിൽ വന്നു നഗ്നനായി തന്നെ ഞാൻ മടങ്ങിപ്പോകും. അതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, എന്റേതല്ല യാതൊന്നും. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ മുൻപാകെ നിൽക്കുമ്പോൾ നമ്മുടെ പൊങ്ങച്ചവും നമ്മുടെ അഹങ്കാരവും നമ്മുടെ ആ ഒരു ഞാനെന്നുള്ള ഭാവമെല്ലാം മാറ്റി വെച്ചിട്ട് ദൈവത്തോട് പറ, ദൈവമേ, ഞാൻ കുറവുള്ളവനാണ്. അവിടെ ദൈവം പറയുക, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എപ്പോഴും പെട്ടെന്നുള്ള മറുപടിയല്ലേ, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും. യേശു പറയുന്നത് ശ്രദ്ധിച്ച്, ഞാൻ വന്ന് പെട്ടെന്നുള്ള മറുപടി. ഈ മനുഷ്യൻ വരുമ്പോഴേ ഈ മനുഷ്യനെ കുറിച്ചുള്ള ഒരു സ്കാനിങ് റിപ്പോർട്ട് യേശുവിന് കിട്ടി. സ്തോത്രം. അടി തൊട്ട് മുടി വരെ ഈ മനുഷ്യൻ എന്നാ സ്വഭാവം എന്നുള്ളത് യേശുവിന് മനസ്സിലായി. അതുകൊണ്ട് യേശു അപ്പം തന്നെ പറഞ്ഞു, ഞാൻ വന്ന്. സ്തോത്രം. നമ്മളെത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടുന്നില്ലല്ലേ? സ്തോത്രം. നമ്മളെത്ര ഉപവസിച്ചിട്ടും മറുപടി കിട്ടുന്നില്ലല്ലേ? നമ്മൾ എത്ര ആരാധിച്ചിട്ടും മറുപടി കിട്ടുന്നില്ലല്ലേ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക, ഭാവങ്ങളെല്ലാം ഒന്ന് മാറ്റിവെച്ച് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് മുൻപിൽ ഒന്ന് കീഴ്പ്പെട്ടുകൊണ്ട് ദൈവത്തോട് പറഞ്ഞ്, ദൈവമേ, ഞാൻ ആരുമല്ല എന്ന് പറയുന്നിടത്ത് ദൈവം അത്ഭുതം ചെയ്യും. അടുത്തത് താഴോട്ട് വായിക്കുമ്പോൾ ഒന്ന് വേഗത്തിൽ. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും മതി. ശ്രദ്ധിച്ചോ? ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്നുള്ള ഒറ്റ വാക്ക് നിമിത്തം എന്താ മനസ്സിലാക്കേണ്ടത്? ഈ മനുഷ്യൻ ഒന്ന് ആ മനുഷ്യനെ കുറിച്ച് തന്നെ അറിയാം, രണ്ട് ഞാൻ ആരോടാ സംസാരിക്കുന്നത് എന്നുള്ളത് ആ മനുഷ്യനറിയാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മിണ്ടുന്നില്ലല്ലോ. ഒന്ന് പറഞ്ഞല്ലോ, ഈ ബാല്യക്കാരന്റെ വേദന മനസ്സിലായി. രണ്ട്, താൻ ആരാണ് എന്നുള്ള സ്വയം ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. മൂന്ന്, താൻ ആരോടാ സംസാരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നിമിത്തം ആ മനുഷ്യൻ പറയുക, അങ്ങൊരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ. ഈ ശതാധിപനോട് ചോദിച്ചേ, അതെന്താ അങ്ങനെ പറഞ്ഞേ? അയ്യോ, അതെന്നെ അങ്ങനെ പറഞ്ഞേ? അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ എവിടുന്നേലും കേട്ട പരിചയമാണോ? ആ മനുഷ്യൻ പറയും. സ്തോത്രം. ഈ മനുഷ്യന്റെ വിശ്വാസത്തെ ഒന്ന് ചോദിച്ചു നോക്കണം. എന്താ താങ്കൾ അങ്ങനെ പറയാൻ കാരണം? ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്. ശ്രദ്ധിച്ചോ? സകല ഗാലക്സികളെയും ഭൂമിയിലുള്ള സകല സൃഷ്ടികളെയും ഒറ്റ വാക്കിനാൽ ഉളവാക്കിയവൻ. പ്രൈസ് ദി ലോർഡ്. ഉണ്ടാകട്ടെ എന്നൊരൊറ്റ വാക്ക് നിമിത്തം സകലതും ഉണ്ടായി. സ്തോത്രം. സകലതും ഉണ്ടായി ഒറ്റ വാക്കിൽ. സ്തോത്രം. ഒറ്റ വാക്കിൽ നക്ഷത്രങ്ങൾ ഉണ്ടായി. ഒറ്റ വാക്കിൽ സൂര്യനും ചന്ദ്രനും ഉണ്ടായി. ഒറ്റ വാക്കിൽ ഇതെല്ലാം സംഭവിച്ചു. അങ്ങനെയാണ് എങ്കിൽ നീ ഇന്നിടം വരെ വരേണ്ട കാര്യമില്ല. നീ ഇവിടെ നിന്ന് സംസാരിച്ചാൽ ദൂരദേശത്തിന്റെ ഭവനത്തിന്റെ അകത്ത് അത്ഭുതം സംഭവിക്കും. സ്വോത്രം. കോടാനുകോടി ഗാലക്സികളെ ഉണ്ടാക്കിയവൻ എൻ്റെ വീട്ടിലൊന്നും വന്നില്ലെങ്കിലും ദൂരത്തു നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ ഇന്ന് പകൽ അത്ഭുതം സംഭവിക്കും. ഞാൻ പറയട്ടെ, കാവാലച്ചിറ IPCക്കകത്തിരുന്നു കൊണ്ട് ദൈവമക്കളെ, നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദുബൈയിൽ അത്ഭുതം സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കും. സ്വോത്രം. നിങ്ങൾ ഇവിടെ ഇരുന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അമേരിക്കയിൽ അത്ഭുതം സംഭവിക്കും. നിങ്ങൾ ഇവിടെ ഇരുന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഓസ്ട്രേലിയയിൽ അത്ഭുതം സംഭവിക്കും. നിങ്ങൾ ഇവിടെ നിന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ കോട്ടയത്ത് അത്ഭുതം നടക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അവിടെ വരെ പോണ്ട. സ്തോത്രം. അതിനെപ്പറ്റി നമ്മളൊരു വാക്കിൽ ഇങ്ങനെ, ശക്തി അവങ്കിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒറ്റ വാക്കിനകത്തെല്ലാം ഉളവാക്കിയവന് വീട്ടിൽ വരെ വരേണ്ട കാര്യമൊന്നുമില്ല. ഇവിടുന്ന് കൽപ്പിച്ചാൽ മതി. അപ്പോൾ ഒന്നാമത്തെ തിരിച്ചറിവ്, രണ്ടാമത്തെ തിരിച്ചറിവ്, മൂന്നാമത്തെ തിരിച്ചറിവ്. ഈ മനുഷ്യൻ പറയുക, എന്താ നീ ആരാണ് എന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഇനി താഴോട്ട് വായിക്കുമ്പോൾ
ആ മനുഷ്യൻ താഴോട്ട് പറയുന്ന വാക്കുകളുണ്ട്. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്. എന്റെ കീഴിൽ പടയാളികളുണ്ട്. എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു. മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എന്റെ ദാസനോട് ഞാനിത് ചെയ്യാൻ പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്തിനും. എന്നാ പിന്നെ ഇദ്ദേഹത്തിന് ഇവിടെ വരെ വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അദ്ദേഹം തന്നെ പറയുകയാണ്, ഞാൻ അവസാനിപ്പിക്കട്ടെ, അദ്ദേഹം തന്നെ പറയുകയാണ്, എന്ത് പറയുകയാണ്? ഞാൻ വലിയ അധികാരമുള്ള ആളാ, ഞാൻ ഈ 100 പേർക്കൊക്കെ അധിപനാ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കാൻ റെഡിയായിട്ട് ആളുകളുണ്ട്, ഞാനൊരു വാക്ക് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിക്കാൻ ഒത്തിരി പേരുണ്ട്, എനിക്ക് ഭയങ്കര അധികാരമാണ്. സ്തോത്രം. അപ്പോൾ സ്വയം ഈ മനുഷ്യനറിയാൻ എനിക്ക് ഭയങ്കര അധികാരമുണ്ട്, പിന്നെ എന്തിനാ യേശുവിൻ്റെ അടുക്ക വന്നേ? സ്തോത്രം. ഈ മനുഷ്യൻ അവിടെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ എനിക്ക് ഈ അധികാരങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഒരു രോഗത്തെ സൗഖ്യമാക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഈ അധികാരമെല്ലാം ഉണ്ടെങ്കിലും നിസാരം ഒരു പനി മാറ്റാൻ എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ എന്നൊക്കെ അധികാരം ഉണ്ടെന്ന് പറഞ്ഞാലും, ഈ ഭൂമിയിൽ എത്ര വലിയ കേമനാണെന്ന് പറഞ്ഞാലും, സ്തോത്രം, എല്ലാം തകരാൻ ഒരു സെക്കൻഡ് മാത്രം മതി. മരണത്തിന്റെ മേലും ജീവന്റെ മേലും അധികാരമുള്ള ഒരേ ഒരാൾ അത് യേശു മാത്രമാണ് എന്ന് മനസ്സിലാക്കിയവർ എത്ര പേരുണ്ട് ഇതിനകത്ത്? ഇന്ന് പകൽ ദൈവമക്കളെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മനുഷ്യൻ പറയുക, എനിക്ക് അധികാരമുണ്ട് ശരിയാ, പക്ഷേ ഈ രോഗം സൗഖ്യമാക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഈ പ്രശ്നം മാറ്റാൻ എന്നെ കൊണ്ടൊക്കത്തില്ല, എനിക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത മേഖലയ്ക്കകത്തും ഇടപെടാൻ കരുത്തനായ ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. എനിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ലാത്ത മേഖലയ്ക്കകത്തിറങ്ങി വന്ന് പ്രവർത്തിക്കാൻ അധികാരമുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ കണ്ടുമുട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് വന്നാലേ ഈ വിഷയത്തിന് പരിഹാരമുണ്ടാകത്തുള്ളൂ. ഈ ലോകത്തിലെ ഏത് കൊടികുത്തിയ നേതാവ് വന്നാലും ഈ വിഷയത്തിന്റെ അകത്തൊരു അത്ഭുതം സംഭവിക്കത്തില്ല. ഇവിടെ സൗഖ്യം സംഭവിക്കണമെങ്കിൽ, ഇവിടെ അത്ഭുതം സംഭവിക്കണമെങ്കിൽ എന്റെ അധികാരമല്ല, മറിച്ച് യേശു മാത്രം. അക്കാരങ്ങളെ തട്ടി ഒരു നിമിഷം കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. ഇന്ന് പകൽ ആ വിടുതൽ അനുഭവിക്കുന്നവർ ചേർന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവപ്രവൃത്തി വീട്ടിൽ കണ്ടിട്ടുള്ളവർ, ദേശത്ത് കണ്ടിട്ടുള്ളവർ അടങ്ങിയിരിക്കാതെ ശബ്ദമുയർത്തി ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ, ഈ മനുഷ്യൻ പറയുന്ന വാക്ക് സ്വയം അധികാരം ഉണ്ടെന്നറിയാം, പക്ഷെ എൻ്റെ അധികാരത്തിൽ നിൽക്കാത്ത വിഷയങ്ങളുണ്ട്. ഇല്ലേ ദൈവമക്കളെ? നമുക്ക് എത്രയധികം ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞാലും ഒരു നടുവേദന വന്നാൽ തീർന്നു. സോദരം, ഇത് വേറെ ആരുടെ അനുഭവം ചോദിക്കേണ്ടത്? എൻ്റെ അനുഭവമാണ്. സോദരം, കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ കിടന്ന കിടപ്പ് എനിക്കറിയാം. സോദരം, ഒരു നടുവേദന കാരണം എഴുന്നേക്കാനും ഒന്ന് തിരിയാനും അറിയാതെ എത്ര ഇഞ്ചക്ഷൻ എടുത്തു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്നിവിടെ ഇങ്ങനെ ആരോഗ്യത്തോടെ നിൽക്കുന്നെങ്കിൽ ഇതെൻ്റെ ബലമല്ല, ഇതെൻ്റെ ശക്തിയല്ല, യേശു തന്ന സൗഖ്യമാണ്. സോദരം, ശ്രദ്ധിച്ചോ, ഈ മനുഷ്യൻ പറയും, കർത്താവേ എനിക്കറിയാം ഇത്രയധികം അധികാരം എനിക്കുണ്ട്. ശ്രദ്ധിച്ചോ, ഈ 4 തിരിച്ചറിവ് ഈ മനുഷ്യനുണ്ടായ ഉടനെ എന്താ സംഭവിക്കുന്നത് അറിയാമോ? അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. യേശു അതിശയിച്ചു. ഒന്നാമത്തെ കാര്യം എന്ത് ചെയ്തു? നമുക്ക് ദൈവത്തെ അതിശയിപ്പിക്കാൻ പറ്റുമോ? യേശു അതിശയിച്ചു. എന്നാ കർത്താവിന്റെ അതിശയം എന്നാന്നറിയോ? അത് പറഞ്ഞു അയച്ചു. പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. അയ്യോ, ഇത്ര വലിയൊരു വിശ്വാസമാണോ ഇത്? ഈ മനുഷ്യൻ പറയുക, കർത്താവ് എനിക്ക് അധികാരമുണ്ട് ശരിയാ, പക്ഷെ എൻ്റെ അധികാരത്തിനും മീതെയാണ് അങ്ങ്. സ്തോത്രം. ഈ ലോകത്തിലെ എത്ര വലിയ അധികാരികൾ ഉണ്ടെങ്കിലും അവരെ കൊണ്ടൊന്നും സാധിക്കാത്ത വിഷയം അങ്ങയാൽ സാധിക്കും. സ്തോത്രം. ഇതാ നാട്ടിലെ യഹൂദന്മാർക്ക് കഴിഞ്ഞില്ല, ഇതാ നാട്ടിലെ പരീക്ഷന്മാർക്ക് കഴിഞ്ഞില്ല, ഇതാ നാട്ടിലെ പ്രമാണികൾക്ക് കഴിഞ്ഞില്ല. ഈ മനുഷ്യൻ വന്ന് പറയും, പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്. പലരും വന്ന് പറഞ്ഞത് എന്നറിയാമോ? കർത്താവേ അങ്ങ് വന്ന് എൻ്റെ തലയിലൊന്ന് കൈവച്ചാൽ അത്ഭുതം സംഭവിക്കും. പലരും വന്ന് പറഞ്ഞത് ഇങ്ങനെ, അങ്ങ് എൻ്റെ വീട്ടിൽ വന്ന 1 മണിക്കൂർ ഒന്നിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും. പക്ഷെ ഈ മനുഷ്യൻ വന്ന് പറഞ്ഞത് ശ്രദ്ധിച്ചോ, ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. സ്തോത്രം. വരണ്ട, പാലാ വരെ വരണ്ട, കോട്ടയം വരെ വരണ്ട. സ്തോത്രം. ഇനി ഞങ്ങൾ താമസിക്കുന്ന റാന്നിക്കും വരണ്ട. സ്തോത്രം. യേശു ഇവിടെ നിന്ന് കൽപ്പിച്ചാൽ
അപ്പൊ യേശു അങ്ങ് ഭയങ്കര അതിശയത്തിലായി. എടാ, ഇവരുടെ ഇടയിലും ഇത്രയും വിശ്വാസമുള്ള ആളുണ്ടോ? ഓ, ഇങ്ങനെ ഒന്ന് അതിശയിപ്പിച്ചിട്ട് എത്ര കാലമായിരിക്കും മക്കളെ നമ്മളൊക്കെ. ഇറങ്ങി തിരിച്ച കാലഘട്ടത്തിൽ എത്ര വിശ്വാസമായിരുന്നു നമുക്ക്. പ്രൈസ് ദി ലോർഡ്. അന്ന് ആശുപത്രി പോകത്തില്ല, അന്ന് മരുന്ന് കഴിക്കത്തില്ല. ഒരു പാളത്തമ്പേർ വടിച്ച് പൊട്ടിച്ച് തഴപ്പായും വലിച്ചു കീറി പുല്ലുമേഞ്ഞ പുരയ്ക്കകത്തിരുന്നു കൊണ്ട്, ചാണകം മെഴുകിയ തറയ്ക്കകത്തിരുന്നു കൊണ്ട് ആരാധിച്ച ആരാധന അന്ന് മുട്ടുപൊട്ടിയാൽ അറിയുവോ? സ്തോത്രം. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ പിന്നെ എത്തുന്നേന്നുള്ളത് അറിയാറില്ല. സ്തോത്രം. അപ്പൊ അങ്ങനെയൊക്കെ ആരാധിച്ച കാലഘട്ടം മാറി ഇന്ന് അത്രയും വലിയ വിശ്വാസവും ഇന്ന് അങ്ങനെയുള്ള ആരാധനയും ഇന്ന് അങ്ങനെയുള്ള പ്രാർത്ഥനയൊന്നും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ വിശ്വാസത്തെ ദൈവമക്കളെ നമുക്ക് മടക്കി വേണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മുൻപാകെ മുഴങ്കാല് മടക്കി, ദൈവമേ ഞാൻ ആരുമല്ല എന്നുള്ള തിരിച്ചറിവ്. സ്തോത്രം. ഞാൻ ആരുമല്ലെന്നുള്ള തിരിച്ചറിവ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച്, ഈ മനുഷ്യൻ ചെയ്യുന്ന അടുത്ത കാര്യം എന്തെന്നറിയാമോ? നീ വരണ്ട എന്നൊറ്റ വാക്കിനകത്തൂടെ ഞാൻ മനസ്സിലാക്കിയത് ദൈവത്തിന്റെ തീരുമാനത്തെ പോലും മാറ്റാൻ ഈ മനുഷ്യന് പറ്റിയെന്നുള്ളതാണ്. സ്തോത്രം. ദൈവത്തിന്റെ തീരുമാനത്തെ മാറ്റമോ? ഞാൻ വന്ന് സൗഖ്യമാക്കാമെന്ന് പറഞ്ഞാൽ ദൈവമേ അങ്ങയുടെ ഹിതം പോലെ എന്ന് പറയേണ്ടതിന് പകരം ഈ മനുഷ്യൻ പറയുക, വേണ്ട, ആ തീരുമാനം വേണ്ട. സ്തോത്രം. അങ്ങന്റെ വീട്ടിലൊന്നും വരണ്ട, അതിനുള്ള യോഗ്യത എനിക്കില്ല, ഇവിടെ നിന്ന് കൽപ്പിച്ചാൽ. ശ്രദ്ധിച്ച, ദൈവിക തീരുമാനങ്ങളെ മാറ്റിമറിക്കാൻ ഭക്തന് കഴിയും. സ്തോത്രം. ഇത് പറയുമ്പോൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ ഒരു തെളിവ് ഞാൻ പറയാം. ദൈവം ഒരു ദിവസം മോശയോട് പറഞ്ഞൊരു വാക്കുണ്ട്. മോശേ, ഈ ജനം ദുശാഠ്യമുള്ള ഹൃദയമുള്ള ജനമാണ്. അവർ വഴിതെറ്റി നടക്കുന്നു. അവർ തങ്ങളെ രക്ഷിച്ച ദൈവം ഈ കാളക്കുട്ടിയാണ് എന്ന് പറഞ്ഞ് അവർ ആർത്തുല്ലസിക്കുകയാണ്. ഇവരെ നശിപ്പിക്കാൻ വേണ്ടി എന്നെ വിടുക. ആര്? ദൈവം മോശയോട് പറയും, എന്നെ വിടാൻ. അപ്പൊ ദൈവത്തിന് മോശയോട് പറയും, എന്നെ വിടാൻ. മോശയോട് പറയാൻ ശ്രദ്ധിച്ചേ. ഇപ്പൊ ഞാനൊരു ഈ മോനെ പിടിച്ച് ഇങ്ങനെ വെച്ചേക്കും, എന്നെ ഒന്ന് വിട് എന്ന് പറയാൻ ആ മോൻ പറയുന്നത് പോലെ ദൈവം മോശയോട് പറയും, എന്നെ ഒന്ന്. അപ്പം ദൈവത്തെ പോലും പിടിച്ചു വയ്ക്കുന്ന ഒരു തലമുണ്ട്. സ്തോത്രം. ദൈവത്തെ പിടിച്ചു നിർത്തുന്ന ഒരു തലം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല എന്ന് യാക്കോബ് ദൈവത്തെ അങ്ങ് മുറുകെ പിടിച്ച്. സ്തോത്രം. ദൈവത്തെ പിടിവിടാതെ. ഓ സ്തോത്രം. ദൈവത്തെ പിടിച്ചു നിർത്തിക്കൊണ്ട് മോശ പറയുക, അല്ല ദൈവം പറയുക, എന്നെ ഒന്ന് വിട, എനിക്കൊന്ന് പോകണം. അപ്പൊ മോശ പറയും, ഇല്ല, വിടത്തില്ല, എനിക്ക് കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്. ദൈവമേ, ഫറവോന്റെ കൊട്ടാരത്തിന്റെ അടിമകളായിരുന്ന ഇവരെ അവിടെ നിന്നും വിടുവിച്ച് ഈ മരുഭൂമി വഴിയായി ഇവിടെ കൊണ്ടുവന്ന് ഈ മരുഭൂമിക്കകത്തിട്ട് ഇവരെ കൊന്നുകളഞ്ഞെന്ന് നാളെ ഫറവോനും സംഘവും പറയരുതെങ്കിൽ, നിന്റെ നാമം അവിടെ കളിയാക്കപ്പെടരുതെന്നുണ്ടെങ്കിൽ നിന്റെ തീരുമാനത്തെ മാറ്റണം. സ്തോത്രം. സ്തോത്രം. നമ്മളൊക്കെ സാക്ഷ്യം പറഞ്ഞിട്ട്, കർത്താവേ, ഏഴകളും കൃമികളും പുഴുക്കളുമാണ് ഞങ്ങളൊക്കെ. അങ്ങനൊരു മനുഷ്യൻ വിളിച്ചു പറയുക, നിന്റെ തീരുമാനത്തെ മാറ്റണം. സ്തോത്രം. അങ്ങനൊരു സാധാ മനുഷ്യന്റെ മുമ്പിൽ നിന്ന് ദൈവം പറയുക, എന്റെ തീരുമാനത്തെ ഞാൻ മാറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ തീരുമാനത്തെ ഞാൻ മാറ്റുക. ദൈവിക തീരുമാനങ്ങളെപ്പോലും മാറ്റിമറിക്കുന്ന പ്രാർത്ഥന. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? സ്തോത്രം. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഒരു വാക്ക് കർത്താവിനോട് പറഞ്ഞ്, കർത്താവേ, അന്യന്റെ വേദനയെ തിരിച്ചറിയാനുള്ള കൃപ എനിക്ക് തരണം. ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ് അങ്ങ് എനിക്ക് തരണം. ഞാൻ ആരോടാ പ്രാർത്ഥിക്കുന്നേ എന്നുള്ള തിരിച്ചറിവ് എനിക്ക് വേണം. അങ്ങയുടെ അധികാരത്തെക്കുറിച്ച് അറിയാനുള്ള കൃപ അങ്ങ് എനിക്ക് തരണം. എൻ്റെ പ്രാർത്ഥന ദൈവിക തീരുമാനങ്ങളെ മാറ്റിമറിക്കും എന്നുള്ള വിശ്വാസത്തെ അങ്ങ് എനിക്ക് തരണം. ഒരു നാട് മുഴുവൻ നശിക്കുമെന്ന് ദൈവം യോനയോട് പറഞ്ഞ് ഒരു പ്രവചനം പറഞ്ഞ് ആ നാട്ടിലോട്ട് നിനവേലോട്ട് വിടുമ്പോൾ ആ ജനം മുഴുവൻ നശിച്ചു പോകുമെന്ന് പ്രവചനം അറിയിച്ചിട്ടും ജനത്തിൻ്റെ അനുതാപത്തിൻ്റെ മുൻപിൽ, ജനത്തിൻ്റെ ആ കരച്ചിലിൻ്റെ മുമ്പിൽ ദൈവം തീരുമാനത്തെ മാറ്റി. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇവിടെ ആലോചന പറയും, ദൈവം തീരുമാനത്തെ മാറ്റത്തക്ക നിലവാരത്തിൽ ഒരു പ്രാർത്ഥനയിലേക്ക് ദൈവസഭ മടങ്ങി വന്നാൽ
ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അറിയിക്കുന്ന ആലോചനയെ ശ്രദ്ധിച്ചു. വരുന്ന പല ആപത്തുകളും ഈ ദിവസങ്ങളിൽ വഴിമാറിപ്പോവുകയാ. പല പ്രശ്നങ്ങളും വഴിമാറിപ്പോവുകയാ, പല ദുരന്തങ്ങളും വഴിമാറിപ്പോവുകയാ. ഇന്ന് പകൽ തിരിച്ചറിയുന്ന ദൈവജനം ഒരിക്കൽ കൂടെ ശക്തിയോട് ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, തിരുമുൻപാകെ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ തിരിച്ചറിവുകളെ കർത്താവ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മുൻപാകെ താണിരിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ സമയമൊരുക്കി തന്ന കർത്താവിൻ്റെ ദാസനോട് സഭയോടുള്ള നന്ദി അറിയിക്കുന്നു.